ഹായ്. നമ്മൾക്കിന്ന് കടകളിലൊക്കെ കിട്ടുന്ന പോലെ അത്രയും രുചിയിൽ തന്നെ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു 300 ഗ്രാം മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര അളവിൽ അരിപ്പൊടി, കുറച്ച് റവയും, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ പഞ്ചസാര എല്ലാം ഇടാവേ. കടലമാവ് 1 ടീസ്പൂൺ ചേർക്കാം. ശേഷം ഇഡലിക്കോ ദോശയ്ക്ക് അരച്ച് വെച്ച മാവ് ഉണ്ടെങ്കിൽ ഇത്രയും മാവ് കൂടെ ചേർത്ത് ഒരു മിനിമം അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വലിയ പഴമായിരുന്നു, അത് ഞാൻ 2 പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്ന എണ്ണ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഈ പഴം മാവിലോട്ട് മുക്കിയിടാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പഴംപൊരിയാണ്, കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് പോലെ തന്നെ ഉണ്ടാവുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.